ലീഗ് ദുർബലമായാൽ ആ സ്ഥാനം തീവ്രവാദികൾ കൈയടക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ലീഗ് നിലനിൽക്കേണ്ടത് മതേതര വിശ്വാസികളുടെ ആവശ്യമാണ്. UDF അധികാരത്തിലെത്തിയാൽ തകർന്നു കിടക്കുന്ന കേരളത്തെ എല്ലാ മേഖലയിലും പുനർനിർമ്മിക്കുമെന്നും സതീശൻ പറഞ്ഞു. കണ്ണൂരിൽ പൊതുയുഗയാത്രയ്ക്ക് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. രാജ്യത്ത് എവിടെയും സംഘപരിവാർ ഭിന്നിപ്പിലൂടെയാണ് ഭരണം പിടിക്കാൻ നോക്കാറുള്ളത്. അതേ തന്ത്രമാണ് കേരളത്തിൽ LDFും പയറ്റുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. ആദ്യം ന്യൂനപക്ഷങ്ങളുടെ പേരിൽ ഭിന്നതയുണ്ടാക്കാൻ നോക്കി. അത് നടക്കാതെ വന്നപ്പോൾ ഭൂരിപക്ഷ വർഗീയതയുടെ പിറകെയായി CPM. മുസ്ലിം ലീഗിന്റെ പിറകെയും നടന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് 35 ദിവസത്തെ പിണറായി വിജയന്റെ പ്രസംഗം അന്ന് ന്യൂനപക്ഷത്തെ സന്തോഷിപ്പിക്കുക. ഗാസയിലെ യുദ്ധത്തെക്കുറിച്ച് സങ്കടം, പാലസ്തീൻ, പൗരത്വ രജിസ്റ്റർ, ന്യൂനപക്ഷങ്ങൾ ഇതുപോലെ അതിന് വീടില്ല, അവർ വോട്ട് ചെയ്തില്ല. തിരിച്ചു വന്നപ്പോൾ ഭൂരിപക്ഷ പ്രീണനം. നേരെ 10 ദിവസം കഴിഞ്ഞപ്പോൾ നേരെ മറിയാണ്. ഡൽഹിയിൽ പോയി മലപ്പുറത്തിനെതിരായി ഹിന്ദുവിന് ഇന്റർവ്യൂ കൊടുത്തു മുഖ്യമന്ത്രി. പിന്നെ കിങ്കരന്മാർ AK ബാലൻ, സജി ചെറിയാൻ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഷോളൊക്കെ ഇട്ട് അദ്ദേഹം ആദരിക്കുന്ന വർഗീയത മാത്രം പറയുന്ന ചില ആളുകൾ, അവരെല്ലാം കൊണ്ട് ഇത് പറയിപ്പിച്ചു. ഇല്ലേ, ശരിയാണോ? വർഗീയത പറയിപ്പിച്ചു. വർഗീയത CPM, സംഘപരിവാറും CPM-ഉം ഒരേ പാതയിൽ സഞ്ചരിക്കുകയാണ്. ലീഗ് ദുർബലമായാൽ ആ സ്ഥാനം തീവ്രവാദികൾ കൈയടക്കും. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദുർബലമായാൽ ആ സ്ഥാനം ആര് ഏറ്റെടുക്കും? ആ സ്പേസ്, ആ ഇടം ആര് കൈയടക്കും? തീവ്രവാദ സംഘടനകൾ കൈയടക്കും. അവരുമായിട്ടുള്ള പോരാട്ടത്തിലാണ് ലീഗ്. ബാബറി മസ്ജിദ് തകർന്നു വീണപ്പോൾ, ഇന്ത്യ മുഴുവൻ കലാപമുണ്ടായപ്പോൾ ഒരു വലിയ മനുഷ്യനുണ്ടായിരുന്നു, പാണക്കാട് സയ്യദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. വിഞ്ചനെ പോലെ നിന്ന് മതസൗഹാർദ്ദത്തിന് വേണ്ടി വാദിച്ച ഒരാൾ ഇല്ലേ, ഉണ്ടായില്ലേ? അതെല്ലാമാണ് മുസ്ലിം ലീഗിന്റെ പൈതൃകം. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വർഗീയതയോട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഒരു രക്തസാക്ഷിയെ കിട്ടിയാൽ ലോട്ടറി അടിച്ചതുപോലെയാണ് CPM-ന്. ഇവിടെ CPM-ന്റെ സ്ഥിതി എന്താ? കണ്ണൂർ ജില്ലയിലൊക്കെ ഒരു രക്തസാക്ഷിയെ കിട്ടിയാൽ ലോട്ടറി അടിച്ച പോലെയാണ് CPM-ന്. എന്താണെന്നറിയാം? പിന്നെ അവന്റെ പേരിൽ ഫണ്ട് പിരിക്കാം, എന്നിട്ട് അത് അടിച്ചു മാറ്റാം. ഞാൻ വിഷമിച്ചു പോയത് ഒരു ജില്ലാ കമ്മിറ്റി അംഗം ഇവന് നടത്തിയ കള്ളത്തരം പുറത്തു പറഞ്ഞു. അയാളെ പുറത്താക്കി. കള്ളത്തരം ചെയ്തവനെയല്ല പുറത്താക്കി, അയാളെ പുറത്താക്കി. ഫണ്ട് കട്ടവനെതിരെ നടപടിയില്ല, ചൂണ്ടിക്കാണിച്ചവനെ പുറത്താക്കി. ഇതാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദമെന്നും വി.ഡി. സതീശൻ കളിയാക്കി. രക്തസാക്ഷി കുടുംബം പോലും വെറുക്കുന്ന പാർട്ടിയായി CPM മാറി. നല്ല CPM-കാരെ കണ്ടാൽ ചിരിക്കണം, അവരും നമുക്ക് വോട്ട് ചെയ്യും. തീവ്ര വലതുപക്ഷമാണ് ഇന്ന് കേരളത്തിലെ CPM എന്നും വി.ഡി. സതീശൻ പറഞ്ഞു. UDF പൊതുയുഗയാത്രയ്ക്ക് കണ്ണൂരിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു ജാഥ ക്യാപ്റ്റനായ വി.ഡി. സതീശൻ. സ്വീകരണം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ബാലൻസ് ഇല്ലാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അതിൽ നിന്ന് കേരളത്തെ രക്ഷിക്കണം, ശക്തനായ നല്ല ഡ്രൈവറെ അത് ഏൽപ്പിക്കണമെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. സ്വീകരണ യോഗത്തിൽ DCC ട്രഷറർ K. പ്രമോദ് അധ്യക്ഷത വഹിച്ചു. NK പ്രേമചന്ദ്രൻ MP, CMB ജനറൽ സെക്രട്ടറി CP ജോൺ, ഡെപ്യൂട്ടി മേയർ KP താഹിർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.